ആദ്യം സ്വാമി സച്ചിദാനന്ദ, ഇവിടെ നമുക്കറിയാം ഓരോ ക്ഷേത്രത്തിനും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്, പരമ്പരാഗതമായ ആചാര്യ പ്രത്യേകതകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ താന്ത്രിക സമ്പ്രദായങ്ങളുണ്ട്. പാരമ്പര്യമായി ജോലികൾ തലമുറകളായി കൈകാര്യം ചെയ്തു വരുന്ന രീതികളുമുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതിൻ്റെ ലംഘനം നടന്നതാണോ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയാൻ സാധിക്കുന്നത് ജാതിപരമായിട്ടുള്ള വേർതിരിവ് കാണിച്ച് ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളെ കഴകക്കാരനായി നിയോഗിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് തന്ത്രിമാർ സമരത്തിലിറങ്ങിയതും അദ്ദേഹത്തെ നീക്കം ചെയ്തതുമാണ്. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഏത് ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ആചാരമനുസരിച്ച് ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ ഏത് ജോലി ചെയ്യുവാനും അവകാശമുണ്ട്. അത് അംഗീകരിക്കേണ്ടത് തന്ത്രിമാരുടെ എല്ലാം കടമയാണ്. ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. അതിൽ മൂളായിക സമ്മതൻ രാജൻ എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ഏതെങ്കിലും വിധികൾ ഇന്ന ആളുകൾക്ക് പരമ്പരാഗതമായി വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് തിരുത്തപ്പെടണം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് പരമ്പരാഗതമായിരുന്ന വിശ്വാസങ്ങളുടെ പൊളിച്ചെഴുത്താണ്. ക്ഷേത്ര വിശ്വാസം അനുസരിച്ച് തന്ത്ര സമുച്ചയം സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന് പ്രതിഷ്ഠ നടത്തുവാനോ ക്ഷേത്രം സ്ഥാപിക്കുവാനോ അവകാശമില്ല, അധികാരമില്ല. അതിനെ ലംഘിച്ചാണ് ഗുരു ക്ഷേത്രം സ്ഥാപിച്ചതും പ്രതിഷ്ഠ നടത്തിയതും കേരളത്തിൽ ആത്മീയവും സാമൂഹികമായൊരു വിപ്ലവം സൃഷ്ടിച്ചത്. അങ്ങനെയുള്ളൊരു പ്രവൃത്തി കേരളത്തിൽ ഗുരു നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ക്ഷേത്ര പരിപാലകരായി ഇന്ന് കഴിയുന്ന ആളുകൾ കേരളത്തിൽ വളരെ ന്യൂനപക്ഷമായി പോകുമായിരുന്നു. കാരണം ജാതി അയിത്തം കൊണ്ട് ബഹുഭൂരിപക്ഷം ജനതയും മതം മാറി മറ്റു മതങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. അത് വരാതെ ഗുരുദേവൻ പരിരക്ഷിച്ചു. ഇന്ന് ഈ സവർണ ജനവിഭാഗങ്ങളിൽ പലരും ഗുരുവിൻ്റെ ആ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ജീവിച്ചു വരുന്നത് എന്നുള്ള സത്യം അവരറിയുന്നില്ല. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന അയിത്ത പിന്നോക്ക ജനവിഭാഗങ്ങളാണ്. അവരുടെ ധനം ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം, അവരുടെ സാന്നിധ്യം ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം. പക്ഷേ അവരിൽ ഒരാളെ പോലും ഞങ്ങൾ ഒരു ജോലിക്കായി നിശ്ചയിക്കില്ല. സൂചി കുത്തുന്നതിന് സ്ഥലം പാണ്ഡവർക്ക് കൊടുക്കല്ല എന്ന് പറയുന്ന മാതിരി വാദവുമായിട്ട് ഇനിയും നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. സ്വാമി സച്ചിദാനന്ദ, ഇവിടെ നമുക്കറിയാം ഈ ക്ഷേത്രങ്ങളിലൊക്കെ മാരാർ സമുദായത്തിൽപ്പെട്ടവരാണ് ചെണ്ട കൊട്ടുന്ന ചെണ്ടയും മറ്റും കൊട്ടുന്ന സംഗതികൾ കാലങ്ങളായി വരുത്തി വരുന്നത്. മാല കെട്ടുന്നത് വാര്യർ സമുദായത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ ഒരു പരമ്പരാഗത രീതിയുണ്ട്. അതൊക്കെ പൂർണ്ണമായും മാറ്റുക എന്ന് പറയുന്നത് ഓരോ നേരത്തെ പാരമ്പര്യമായത് ലഭിച്ചു വന്നതാണ്, അവരുടെ രീതിയാണ്. അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ചില ജോലികളുമായി ബന്ധപ്പെട്ട് 5 വർഷമായി അവിടെ ജോലി ചെയ്തു കൊണ്ടിരുന്ന ഒരാളെ മാറ്റി പെട്ടെന്നൊരാളെ നിയമിക്കുമ്പോഴുള്ള പ്രതിഷേധമാണ് എന്നാണ്. ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു മാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായി താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും അത് മാറ്റത്തിന് വിധേയമാണ്. കാരണം ബ്രാഹ്മണ സമുദായത്തിന് വിധിച്ചിട്ടുള്ളത് പൂജയും ആരാധനയും പഠിപ്പുമൊക്കെയാണ്. പക്ഷെ അവർ ഹോട്ടലുകളിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവർ വക്കീലന്മാരാകുന്നുണ്ട്, ജഡ്ജിമാരാകുന്നുണ്ട്. അവരുടെ പൂജാതി കർമ്മങ്ങൾ വിട്ട് മറ്റ് തൊഴിലുകളിലേക്ക് അവർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള ഏത് ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അതിൽ നിന്ന് മാറി മറ്റുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളാനുള്ള സന്മനോഭാവം അവരിൽ ഉണ്ടാകണം.
ആ തരത്തിലുള്ള മാറ്റം നമുക്കറിയാം. താങ്കൾ നേരത്തെ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഷർട്ട് ഊരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ വിപ്ലവകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വെച്ച ആളാണ്. പക്ഷേ അതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ വന്നു. ഓരോ ക്ഷേത്രത്തിൻ്റെയും രീതികൾ തീരുമാനിക്കേണ്ടത് അതാത് ക്ഷേത്രത്തിലെ തന്ത്രിമാരാണ്. കാരണം ആ തരത്തിലൊരു കോടതി വിധിയുമുണ്ട്. ഈ കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും കോടതി വിധിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്ത്രിമാരുടെ ഹിതമല്ലാതെ അവിടെ മറ്റൊരു കാര്യവും ചെയ്തുകൂടാ എന്നുള്ളത്. അങ്ങനെ ആ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റിമറിക്കുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായി കരുതാനാവില്ല. ഈ ഷർട്ടുമായി ബന്ധപ്പെട്ട അന്ന് താങ്കൾ പറഞ്ഞ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്നെ സമൂഹത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നൽകിയത് തന്ത്രിമാരുടെ തീരുമാനം അനുസരിച്ചല്ല. ഇപ്പോഴത്തെ പിണറായി ഗവൺമെൻറ് പിന്നോക്കക്കാരെ ശാന്തിക്കാരായി നിയോഗിക്കാം എന്നൊരു തീരുമാനമെടുത്തു. അതും തന്ത്രിമാരുടെ തീരുമാനമനുസരിച്ചല്ല. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം മുതൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി ഇത്രയേറെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതൊന്നും തന്ത്രിമാരുടെ അഭിപ്രായം ആരാഞ്ഞല്ല. കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് ഏത് ആചാരത്തിനും പൊളിച്ചെഴുത്തുണ്ടാകും. അതുകൊണ്ട് കൂടൽമാണിക്യ ക്ഷേത്രം അവിടെ വന്ന് ദർശനം നടത്തുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വികാരം കൂടി മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലി അവിടെ കരുപ്പിടിപ്പിക്കണം. ദയവായും തുടരുക സ്വാമി സച്ചിദാനന്ദ. താങ്കളിലേക്ക് വരാം, മറ്റ് അതിഥികളിലേക്കൊന്ന് പോയിട്ട്.